ഐ വാസ് വയനാട് SP. അപ്പോൾ രാത്രി എനിക്കൊരു കോൾ വന്നിട്ട് ഞാൻ ഫോൺ പിക്ക് ചെയ്തൊരു ഓൾമോസ്റ്റ് ലൈക്ക് 10:30, 11 ആയി. ഒന്ന് സാറിൻ്റെ അടുത്ത് ഫോൺ കൊടുക്കണേ, ലൈക്ക് സാറാണ് പറയാ SP അടുത്ത് ഫോൺ തരണം, പറയാ മാഡം പ്ലീസ്. ഞാൻ SP വിളിച്ചു, പുള്ളിയുടെ വിചാരി ഞാൻ SP വൈഫാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനാണ് SP, നീ വേറെ ആരുടെ ഇവിടെ ഉണ്ടാക്കാണോ യു ടെൽ. എനിക്ക് ദേഷ്യം സംടൈംസ് അങ്ങനെ, ബിക്കോസ് വയനാട്ടിൽ അതൊരു ലേഡി ഓഫീസേഴ്സ് SP ആയിട്ട് നിന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ചിലപ്പോൾ ആ ഒരു ഇഷ്യൂസ് വരും. ബട്ട് അങ്ങ് പൊതുവെ ഹാൻഡിൽ ചെയ്യാൻ പ്രശ്നം വരാറില്ല. ബട്ട് ചില സമയം തോന്നും, ഇപ്പോൾ ഒരു ഇൻസിഡന്റ് ഉണ്ട്, ഞാൻ ഡിസ്ട്രിക്റ്റും പറയുന്നില്ല ഓഫീസറും പേരും പറയുന്നില്ല. അപ്പൊ ഞാൻ ഒരു ക്രൈം കോൺഫറൻസ് കഴിഞ്ഞു, കുറേ പ്രാവശ്യം പറഞ്ഞിട്ടും ആ ഒരു ഓഫീസർ ഇമ്പ്രൂവ് ചെയ്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ മീറ്റിംഗ് തീരുന്ന സമയത്ത് എനിക്ക് ഐ ലിറ്ററലി ലോസ് മൈ പേഷ്യൻസ്. അപ്പൊ ഞാൻ 3 മാസമായിട്ട് പറയുന്നു അതിലൊരു ഇമ്പ്രൂവ്മെന്റ് ഇല്ല എങ്കിൽ എന്ന് പറഞ്ഞ് എന്തോ ഞാൻ കുറച്ച് ഹാഷായിട്ട് സംസാരിച്ചെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവരും ഇറങ്ങി, പുള്ളി അങ്ങനെ അവിടെ നിന്ന് മാറിയില്ല. അപ്പൊ എനിക്ക് കുറച്ച് ഡെസ്പൈപ്പ് ആവാൻ തുടങ്ങി. അപ്പൊ സോ ഇറ്റ്സ് ഓക്കെ, ഐ ഗിവ് യു സം മോർ ടൈം, നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം, കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട്സ് ഉണ്ടാവണം, ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല. പുള്ളി പറഞ്ഞത് മാഡം എന്തെങ്കിലും ഷൗട്ട് ചെയ്യണമെങ്കിൽ അവരെല്ലാം പോയിട്ട് പിന്നെ ഒറ്റയ്ക്ക് ഒന്ന് ഷൗട്ട് ചെയ്ത മീൻസ് ഒറ്റയ്ക്ക് എന്ത് വേണമെങ്കിലും മാഡം എന്ന് പറയാൻ ഞാൻ ആക്ച്വലി റിസൾട്ട് ഉണ്ടാക്കി തരാം. സാറാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, അതൊരു മാഡം വരുന്നത് പറയാം ഞാൻ അങ്ങ് വീണ്ടും പെട്ടു. സോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഐ കുഡ് ടേക്ക് ദാറ്റ് ഫ്രം എ മാൻ ബട്ട് നോട്ട് ഫ്രം അപ്പൊ ഈ ഒരു പ്രശ്നം ഉണ്ട്. അപ്പൊ ഇല്ലാന്ന് ഞാൻ പറയൂല. People are uncomfortable taking orders from women. But in police department, because it comes with the hierarchy, and if you are a SP or an SP, everybody reports to you. But other departments ആകുമ്പോൾ കുറച്ചും കൂടെ പ്രശ്നമാണ്. ഇപ്പം ഇവിടെയും ആ അൺകംഫർട്ടബിൾ നേച്ചർ ഉണ്ട്. ബട്ട് ഓവർ പീരീഡ് ഓഫ് ടൈം ഇത് മാറും എന്നാണ് എന്റെ പ്രതീക്ഷ. മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നോക്കാൻ നേരത്ത് ഇതെല്ലാം ജെൻഡർ ന്യൂട്രൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ ഇപ്പോഴത്തെ കോൺസെപ്റ്റ്സ് ഓഫ് ജെൻഡർ ന്യൂട്രാലിറ്റി ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഒരു ജനറേഷനിൽ തന്നെ കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ തന്നെ ഇത്രയും മാറ്റങ്ങളുണ്ട്. പോസിറ്റീവ് ചേഞ്ചസ്. When women come forward to the police station or to file complaints about domestic violence or sexual harassment, or is there a reluctance in police officers to believe her, or like especially for domestic violence cases, to file the charge immediately? To be very frank, honest, recently I'm working on this issue, domestic violence. So we did an adalat. അപ്പോൾ അദാലത്തിൽ വന്ന സ്ത്രീകളെടുത്ത് ഇങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ പറഞ്ഞാൽ, ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുമ്പോൾ പോലീസിനകത്ത് ഈ പറയുന്ന രീതിയിൽ ബയസ് എന്ന് പറയാം, അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടെന്ന് പറയാം, അല്ല അവർക്ക് കൂടുതൽ ജോലി ഭാരം ഉള്ളത് കൊണ്ടാണോ എന്ന് അറിയില്ല. മോസ്റ്റ്ലി പറയുന്നത് കോടതി പോകണം. ഡൊമസ്റ്റിക് വയലൻസ് പറയുമ്പോൾ കോടതി പോയി ഓർഡർ വാങ്ങിച്ചോളണം, ഇത് ഇവിടെ സെറ്റിൽ ചെയ്യേണ്ട മാറ്റർ അല്ല രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അൺഫോർച്ചുനേറ്റ്ലി ചില പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ ബിഹേവ് ചെയ്യാറുണ്ട്. ബിക്കോസ് DV ആക്ട് ഒരു സെപ്പറേറ്റ് ആക്ട് ഉണ്ട്. ബട്ട് ആ ആക്ട് തന്നെ ഇപ്പൊ പ്രശ്നമായിട്ട് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഒരു സാധാരണ 2 പുരുഷന്മാരുണ്ടെന്ന് നിൽക്കുക, അവർ തമ്മിൽ അടി ഉണ്ടായി നിൽക്കുക, സ്റ്റേഷനിൽ പോകുമ്പോൾ ഉടനെ നമ്മൾ സിമ്പിളായിട്ട് കേസ് എടുക്കും. അല്ലെങ്കിൽ കത്തി വെച്ച് കുത്തിന് സ്റ്റാബ് ചെയ്യാൻ വന്ന് പറഞ്ഞാൽ 307 ഉടനെ അറ്റംപ്റ്റ് മർഡർ നമ്മൾ കേസ് എടുക്കും. ബട്ട് ഈ DV ആകുമ്പോൾ ഭർത്താവായി നന്നായിട്ട് തല്ലിയിട്ടുണ്ട്, മദ്യപ്പിച്ചിട്ട് അടിച്ചിട്ടുണ്ട്, മദ്യപ്പിക്കാതെ തന്നെ അടിച്ചിട്ടുണ്ട്, സംശയം കൊണ്ട് അടിച്ചിട്ടുണ്ട്, വേരിയസ് ഇഷ്യൂസ് ഉണ്ടാവാം, നല്ല പരുക്കുണ്ട്, ഫോട്ടോഗ്രാഫ്സ് എടുത്തിട്ടുണ്ട്, വീഡിയോഗ്രാഫ്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ പറയുന്നത് കോടതി പോയിട്ട് DV പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് തന്നെ ഡൊമസ്റ്റിക് വയലൻസിന് പറയുമ്പോൾ അതിൽ ക്രൈം കേസിലേക്ക് നമുക്ക് പോകുന്നില്ല, അങ്ങനെ അഡ്രസ് ചെയ്യും. ചിലപ്പോൾ അവർ തന്നെ മുന്നോട്ട് വരില്ല. ഈവൻ ഈ സ്ത്രീകളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നോക്കണം, പലപ്പോഴും ഫീമെയിലിന് ആ ഒരു സ്റ്റെപ്പിലോട്ട് പോകാൻ ഒരു വിമുഖത ഉണ്ട്. അതുകൊണ്ട് അതില്ലാന്നല്ല, ഫാമിലി ആ ഒരു സ്ട്രക്ചർ, അതിന്റെ ഒരു ഇക്കോസിസ്റ്റം അവർ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് ആഗ്രഹിക്കുന്ന അതിപ്പോ നമ്മൾ മാത്രം ഒരു ബയസ് അല്ല, ഒരു നെസസിറ്റി ആണെന്ന് ചിലപ്പോൾ പറയാം. ആൻഡ് രണ്ടാമത്തെ റീസൺ ചിലപ്പോൾ ദേ ആർ ഫിനാൻഷ്യലി ഡിപെൻഡന്റ് ഓൺ ദ സെയിം പേഴ്സൺ. അപ്പൊ അതാവുമ്പോൾ ഇറ്റ്സ് എ അഡീഷണൽ ഫാക്ടർ. അപ്പൊ അവര് പറയും ഒന്ന് കേസ് അത് ഇപ്പൊ ഒന്നും അടിക്കണ്ട പിടിക്കണ്ടെന്ന് പറഞ്ഞാൽ മതി, അങ്ങ് പറഞ്ഞു നിർത്തിയാൽ മതി, ആ ഒരു ആറ്റിറ്റ്യൂഡും ഉണ്ട്. അപ്പൊ DV ആക്ച്വലി ഇപ്പോൾ നല്ല ശക്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വി ജസ്റ്റ് ഗിവൻ എ പ്രൊപ്പോസൽ DG sir who immediately agreed that every DV protection order which comes to the police station generally is just piled up. കുറേ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ മാത്രം 600ഓളം പ്രൊട്ടക്ഷൻ ഓർഡറാണ് ഒരു വർഷം കൊണ്ട് പാസ് ചെയ്യുന്നത്. DV ആക്ടിൽ പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള സ്ത്രീകളല്ലേ പോയി കോടതിയിൽ കേസ് കൊടുത്ത് പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിക്കുക. ആ ഓർഡറിന്റെ കോപ്പി
SHOക്ക് സാധാരണ മാർക്ക് ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ പോലീസ് സ്റ്റേഷൻസിൽ വരും, ജനറലി അവർ അങ്ങ് ഫയൽ ചെയ്ത് വെക്കും. പിന്നെ എന്തെങ്കിലും വയലേഷൻ ഉണ്ടെങ്കിൽ ആ സ്ത്രീ വന്ന് പറഞ്ഞാൽ നമ്മൾ DV ഓർഡർ 31 സെക്ഷൻ പ്രകാരം വയലേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് FIR എടുക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഒരു പ്രൊആക്റ്റീവായിട്ട് ഒരു SI തന്നെ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വുമൻ സേഫ്റ്റി SI ആൻഡ് എല്ലാ വനിതാ പോലീസ് ഓഫീസേഴ്സും വുമൻ സേഫ്റ്റി ഓഫീസേഴ്സ് ആയിട്ട് നിയമിച്ചിട്ട് വനിതാ പോലീസ് ഓഫീസേഴ്സ് ഈ ഓർഡർ കോപ്പി കിട്ടിയ തന്നെ ഉടനെ തന്നെ ഒരു വിക്ടിം സപ്പോർട്ട് പേഴ്സൺ ആയിട്ട് അങ്ങോട്ട് വിളിച്ച് proactive അങ്ങോട്ട് വിളിച്ച് are you fine, are you happy, any issue you can come to us. We have a lot of counseling initiatives in Kerala Police. We have digital de-addiction centers that we have in 6 districts. It's going to get expanded to all districts in Kerala, 14 districts. We have DCRC, domestic conflict resolution centers. We have family counselors in police department. അപ്പോൾ ഇവരെ കൊണ്ട് നമ്മൾ തന്നെ ആ കപ്പിൾക്ക് കൗൺസിലിംഗ് കൊടുക്കാം, so that at least there won't be any violence this woman has to endure after the protection order. So proactive ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് we are just going to start. അതിന് DG sir has given approval. Probably very soon we will be starting that. മാത്രമല്ല പലപ്പോഴും ലേഡീസ് അല്ലെങ്കിൽ വുമൺ ഫോക്ക് ഇങ്ങനത്തെ ഒരു റൈറ്റ്സ്, ഇങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടെന്ന് അറിയുന്നില്ല. അപ്പോൾ നമ്മൾ പോലീസിങ് ഒരു ടാർഗറ്റ് തന്നെ ഇങ്ങനത്തെ ഒരു സംവിധാനമുണ്ട്, നിയമപരമായിട്ട് നിങ്ങൾക്ക് ഇന്ന സുരക്ഷകളൊക്കെ ഉണ്ട് എന്ന് അറിയിക്കാനും കൂടെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് പ്രതീക്ഷ. വിമൻ പോലീസ് ഓഫീസേഴ്സിന് എന്തുമാത്രം സേഫ്റ്റി ഉണ്ട്? എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിലെ ഒരു സോ വുമൻ ഇൻ വർക്ക് പ്ലേസ് എന്ന് പറയുമ്പോൾ നോട്ട് ജസ്റ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ്, എവിടെ പോയാലും ഈ പ്രശ്നം ഉണ്ടാവും. സോ ഈവൻ അക്രോസ് ദ ഗ്ലോബ് ഇഫ് യു സീ, ലോ എൻഫോഴ്സ്മെന്റിൽ തന്നെ സർവേ നടത്തിയതിൽ അക്രോസ് ദ ഗ്ലോബ് ദിസ് ഇഷ്യൂസ് ദർ. അപ്പോൾ നമുക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചോളം ലീഗലി അവെയർ ആണ്. വി ആർ ദ എൻഫോഴ്സിംഗ് ഏജൻസി, ഓഫ് കോഴ്സ് വി ഹാവ് ടു നോ ലോ. ഇഗ്നറൻസ് ഓഫ് ലോ ഇസ് നോട്ട് എൻ എക്സ്ക്യൂസ്, ആർക്കും എക്സ്ക്യൂസ് അല്ല. ഓൾ ദ മോർ ഫോർ ദ പോലീസ് ഓഫീസേഴ്സ് അല്ലേ. ഇപ്പോൾ വുമൻ സേഫ്റ്റി ഇസ് എ പ്രയോറിറ്റി നമുക്ക്, നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചോളം, എസ്പെഷ്യലി വെൻ വുമൻ ആർ വെരി ലെസ് ഇൻ നമ്പർ. ടു ബിഗിൻ വിത്ത് ആദ്യം പ്രോബ്ലി ഒരു 2 decades മുന്നേ ആണെങ്കിൽ സിറ്റുവേഷൻ വാസ് വെരി വെരി ഡിഫറെൻറ്റ്. അത് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇറ്റ് വാസ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. ഇറ്റ്സ് മച്ച് മോർ പ്രോഗ്രസീവ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ പറയാം. ഇപ്പോൾ ഈ റീസെൻ്റ്ലി കഴിഞ്ഞ 5 വർഷത്തിന് മുന്നേ ഇൻ ദിസ് ഗവൺമെന്റ് വി ഹാഡ് ദ opening up of sub-inspector recruitment. So we have number of women sub-inspectors, direct recruit sub-inspectors coming to all police stations. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഞാൻ കാഡർ ജോയിൻ ചെയ്യുമ്പോൾ വെറും 5% ആയിരുന്നു representation of women in Kerala police. Whereas in Kerala women outnumber men, അത് നമുക്കറിയാം അല്ലേ. ബട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 11% വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈവൻ MHA തന്നെ 30% വരെ കൊണ്ടുവരണം. സോ ദ മോർ വുമൻ കം, ഐ തിങ്ക് ദിസ് ചേഞ്ച് വിൽ ഓൾസോ കം ഇൻ. ഇഫ് യു ആസ്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് വളരെ വൾനറബിൾ ആണോ, വുമൻ പോലീസ് ഓഫീസേഴ്സ് വളരെ വൾനറബിൾ ആണോ പോഷ് ആക്ട് പോലത്തെ പ്രശ്നങ്ങൾക്കും ചോദിച്ചാൽ ദാറ്റ് ഇസ് റോങ്, ദാറ്റ്സ് എ മിസ്നോമർ. വി ഹാർഡ്ലി ഗെറ്റ് എനി കംപ്ലയിൻസ്. വി ഡു കുറേ ട്രെയിനിങ് നമ്മൾ അങ്ങോട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ പരാതികൾ വരുമ്പോൾ IPS ഓഫീസർ ആണെങ്കിലും മുഖം നോക്കാതെ എൻക്വയറി ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഇസ് എ തിങ്. മാത്രമല്ല പോലീസിൽ മാത്രമല്ലല്ലോ, പോലീസ് ഒരു ലാർജർ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടല്ലേ. അപ്പോൾ അതിന്റെ റിഫ്ലക്ഷൻ ഇവിടെയും വരാം, സെയിം ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഇവിടെയും വരാം. പക്ഷേ സിസ്റ്റംസ് നമ്മുടെ കയ്യിൽ വളരെ റോബസ്റ്റ് സിസ്റ്റംസ് ഉണ്ട് ഇതിനെ ഡീൽ ചെയ്യാൻ വേണ്ടി. വി ഹാവ് ഇന്റേണൽ മെക്കാനിസംസ്, എക്സ്റ്റേണൽ മെക്കാനിസംസ്, എവറിത്തിങ്. I'm just wishing for that day where even the recruitment at constable level will be opened up. Then we'll have Ishtamadi, lot of women police officers. Probably 50 plus. Probably we'll have to give reservation for men then. Ma'am, in initial years, what were the hurdles you faced as a policewoman? Here in Kerala or in IPS? Generally. So generally, as I said, I started my career in JNK. Generally, I think you should tell the first thing that happened was when the cadre was announced. അപ്പോൾ അനൗൺസ് ചെയ്തപ്പോൾ എന്നിട്ട് ഞങ്ങളുടെ ഡയറക്ടർ പറഞ്ഞു, ഈ അജിത എവിടെ, ഈ കോയമ്പത്തൂരിൽ നിന്ന് കാശ്മീരിൽ പോകുന്ന അജിത എവിടെ. അതൊരു ഭയങ്കര ഒരു ബോംബ് ഇടുന്ന പോലെയാണ്. കാശ്മീരിൽ പറയുമ്പോൾ ഇൻ ആർ മൈൻഡ്സ് നമ്മൾ എന്ത് തോന്നും, അവിടെ എപ്പോഴും അടിയും വെട്ടും കുത്തുമാണ്, എല്ലാവരും നമ്മൾ ബോർഡറിൽ ഇങ്ങനെ തോക്ക് പിടിച്ച് നിൽക്കേണ്ടി വരും എന്നല്ലേ. But when I joined, it was one of the most peaceful time എന്ന് പറയാം. Because 2009-10 ലെവലിൽ അത്ര വലിയ ഇൻസിഡൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിലും അത് വാലിയിലും പിന്നെ ബോർഡർ ഏരിയാസിലുമാണ്. I didn't see, personally, I didn't encounter any violence or I didn't have an opportunity to get involved. We were doing anti-militancy operations in the districts. ബട്ട് അങ്ങനെ ഫേസ് ടു ഫേസ് എൻകൗണ്ടർ എൻ്റെ ഒരു പീരീഡിൽ ഉണ്ടായിട്ടില്ല. ബട്ട് എന്നാലും അവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ
പല സ്ഥലങ്ങളിലും റിമോട്ട് പോലീസ് സ്റ്റേഷൻസിൽ പോകുന്നു. അപ്പോൾ അവിടെയും ഞാൻ പറയും കമ്മ്യൂണിറ്റി വിളിക്കണം, എല്ലാവരുമായിട്ട് സംസാരിക്കണം, അങ്ങനെ മീറ്റിംഗ്സ് കൂടണം എന്നൊക്കെ പറയുമ്പോൾ ഒന്നാമത്തെ എനിക്ക് അവിടെ ഹിന്ദിയെ എനിക്ക് അറിഞ്ഞൂടാ. ആ സമയത്ത് കയറുമ്പോൾ തമിഴ്നാട്ടിൽ പഠിച്ചത് കൊണ്ട് തമിഴ് ഇംഗ്ലീഷ് മാത്രമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഹിന്ദി പഠിക്കണം. കൂടാതെ അവിടെ ആക്ച്വലി ഹിന്ദി മാത്രമല്ല, അതൊരു പഹാഡി ലാംഗ്വേജ് ആണ്, ഒരു പഞ്ചാബി സ്ലാങ് ഉണ്ടാവും, തീരെ എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ എന്റെ ഭയങ്കര കോമഡിയാണ് ആക്ച്വലി. അവിടുത്തെ ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി, പുതിയൊരു മാഡം വന്നിട്ടുണ്ട്, അവർ നമ്മൾ പറയുന്ന എല്ലാം കേൾക്കും. പുള്ളിക്കാരത്ത് ഇങ്ങനെ ഇരുന്നിട്ട് അപ്പൊ ഞാനവിടെ ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കും. പിന്നെ ഞാനൊരു എന്റെ അവിടുത്തെ ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും സ്മാർട്ടായിട്ട് നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളിനെ എന്റെ ഗൺമാനായിട്ട് തരണം. ഞാൻ എന്റെ SP അടുത്ത് റിക്വസ്റ്റ് ചെയ്തത് എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ട്രാൻസ്ലേഷൻ മാത്രം ആൾ വേണമെന്ന്. അപ്പൊ പുള്ളി ഇരുന്നിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇച്ചിരിച്ചൊക്കെ സംസാരിക്കും. ഓക്കെ മാഡം, ഐ ഡു മാഡം. പിന്നെ അത് കൂടുതലൊന്നും സംസാരിക്കില്ല. അപ്പൊ ഒരു സ്ത്രീ വന്ന് ഇരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. ഞാനൊരു 30 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് കരയുന്നുണ്ടല്ലേ, അപ്പൊ നമുക്ക് ഇരുന്ന് കേൾക്കണ്ടേ, ഞാനിങ്ങനെ ഇരുന്ന് തലയാട്ടി കേട്ടു. അപ്പൊ ഈ ഗൺമാനടുത്ത് ചോദിച്ചു എന്താ വിഷയം, എന്താ പറഞ്ഞ, മാഡം ഹസ്ബൻഡ് വൈഫ് ഫൈറ്റ് ബീറ്റിംഗ്, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങ് ഷോക്കായി. ഞാൻ ഇത് എങ്ങനെ ഞാൻ പോലീസിങ് ചെയ്യും ഇവിടെ ഇങ്ങനെ പോയാൽ. ബട്ട് ഐ തിങ്ക് 2.5 years ആകുമ്പോൾ ഈവൻ സ്റ്റേജിലൊക്കെ കയറി ചെറിയ ഹിന്ദി പ്രസംഗമൊക്കെ ചെയ്യുന്ന രീതിയിൽ സെറ്റായി. ആ സമയത്താണ് ട്രാൻസ്ഫർ. ഹിന്ദി മാത്രമല്ല, അത് കുറച്ചുകൂടെ ഒരു കോംപ്ലിക്കേറ്റഡ്. പക്ഷെ നമുക്ക് ഇനീഷ്യലി ട്രെയിനിങ് സമയത്ത് തന്നെ നമ്മൾ ഏത് കാഡറിലോട്ടാണ് പോകുന്നത് ആ ലാംഗ്വേജിന്റെ ട്രെയിനിങ് ഉണ്ട്. അപ്പൊ ആ ലാംഗ്വേജിൽ ടെസ്റ്റ് ഒക്കെ പാസ്സാവുകയൊക്കെ ചെയ്യും. റിട്ടൺ എക്സാംസ് ഉണ്ട്. ഐ ലേൺ ഉറുദു ദേർ. ആസ് എ വുമൻ ഓഫീസർ പ്രോബ്ലി പ്രശ്നമായിട്ട് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. Probably because we join as ASPs and we are already holding a subdivision, we have enough manpower. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവും. പ്രോബ്ലി ഇപ്പോൾ ഒരു കോൺസ്റ്റബിൾ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കും നമുക്കും അതൊരു വ്യത്യാസം ഉണ്ടാവും വർക്ക് അറ്റ്മോസ്ഫിയറിൽ. ബട്ട് പല സ്ഥലങ്ങളിലും അതുവരെ സ്ത്രീകൾ ജോലിയെ ചെയ്യാത്ത സ്ഥലങ്ങളാണ്. അപ്പോൾ ചില പോലീസ് സ്റ്റേഷൻസിലൊക്കെ പോകുമ്പോൾ ആളുകൾ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കും. മാഡം വന്നിട്ടുണ്ട്, ഒരു മാഡം അവരെ ആക്ച്വലി കണ്ടിട്ടേ ഇല്ല. ഞാൻ JNKയുടെ കാര്യമാണ് പറയുന്നത്. ഇവിടെ ആവുമ്പോ വി ഹാവ് എ ലോട്ട് ഓഫ് വുമൻ പോലീസ് ഓഫീസേഴ്സ്, വുമൻ IPS ഓഫീസേഴ്സ്, സ്റ്റാർട്ടിങ് ഫ്രം സന്ധ്യ മാം, ശ്രീലേഖ മാം ആൻഡ് ഹർഷിത മാം. അപ്പൊ അങ്ങനെ ഇവിടെ ആ പ്രശ്നമില്ല. അവിടെ ഞങ്ങളുടെ ബാച്ചിൽ തന്നെ എത്ര 20ഓളം IPS ഓഫീസേഴ്സ് ഉണ്ട്. ഞങ്ങളിപ്പോൾ ട്രെയിനേഴ്സ് ആയിരുന്നപ്പോൾ ഓരോ ബാച്ചിൽ 50+, വിച്ച് ഈസ് ലൈക്ക് നിയർലി 1/4 or maybe 1/3 police officers are women police officers.